ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് എങ്ങനെ നമുക്ക് നല്ല സ്റ്റോക്സുകൾ നാളത്തെ ട്രേഡിംഗിന് വേണ്ടി സെലക്ട് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് സെലക്ട് ചെയ്ത സ്റ്റോക്സുകളുടെ ഇന്നത്തെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്ത് ആദ്യത്തെ സ്റ്റോക്സ് മെട്രോപോളിക്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടീഷൻ പറഞ്ഞത് OI ട്രെൻഡ് ഒന്നല്ലെങ്കിൽ പുതിയതായിട്ട് ന്യൂ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ആവണം. അതേപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ ഉയർന്നിരിക്കണം. പിന്നെ വോളിയം ആൻഡ് ഡെലിവറി പെർസെൻറ്റേജ് 2x മുകളിൽ വേണം. അപ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ട് ആദ്യം കിട്ടിയ സ്റ്റോക്സ് തന്നെ മെട്രോപോളിക്സ് ആയിരുന്നു. അപ്പോൾ മെട്രോപോളിക്സിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ 1800 1790 ലെവലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ടെന്നാണ്. അതല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം ആ മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു സ്റ്റോക്സ് നമ്മുടെ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്തു കണ്ടോ. അതിനുശേഷം വീണ്ടും അത് ആ ലെവലിൽ തന്നെ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നുണ്ടോ, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നു. അതായത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ പിന്നെ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ സപ്പോർട്ടുള്ള ലെവൽ തിരിച്ച് റെസിസ്റ്റൻസ് ആയി മാറി. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ലെവൽസിന് താഴെ വരാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് ആണെന്ന്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് സെല്ലിംഗ് ആണ് കേട്ടോ. പിന്നെ ആ ഒരു 1800 ലെവൽ ബ്രേക്ക് ചെയ്ത് കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കറിയാം ഏത് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആവുന്നത്. നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിരുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് സിംജിനി ആയിരുന്നു. അതും 21% മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ വോളിയവും ഡെലിവറി പെർസെൻറ്റേജും നല്ലതായിരുന്നു. നമുക്ക് സിംജിനിയുടെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ സിംജിനി നമ്മൾ പറഞ്ഞത് ഇവിടെ നമുക്കൊരു സെല്ലിംഗ് ചാൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ തന്നെ അറിയായിരുന്നു ഈ ഒരു സ്റ്റോക്സിൽ സെല്ലിംഗ് തന്നെയാണ് വരുന്നതെന്ന്. പക്ഷേ ഇന്ന് ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് വേൾഡ് മാർക്കറ്റൊക്കെ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നത്. എല്ലാ സ്റ്റോക്സിൽ നിന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഇനി അടുത്ത നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്തിരുന്നത് സൺഫാർമ ആയിരുന്നു. സൺഫാർമ ന്യൂ ഷോർട്ട് പൊസിഷൻ ആയിരുന്നു വന്നിരുന്നത്. അത് 10% കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വോളിയം ഡെലിവറി പെർസെൻറ്റേജും നല്ല രീതിയിൽ 2x മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൺഫാർമയുടെ ചെക്ക് ചെയ്ത് നോക്കാം പെർഫോമൻസ്. അപ്പോൾ സൺഫാർമയും നമ്മുടെ ആ ഒരു ലെവൽസ് നമ്മളിവിടെയും പറഞ്ഞു ഈ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നാൽ നമുക്ക് സെൽ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ അതും ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അവിടുന്ന് തിരിച്ച് കയറി, പക്ഷേ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഒന്ന് വാച്ച് ചെയ്യാം. ഈ ലെവലിൽ ടച്ച് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല ഈ ഒരു 1565 മുകളിൽ പോയാൽ മാത്രമാണ് ഇനിയൊരു ബൈ ചാൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലെവൽസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് OI ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് മെട്രോപോളിക്സ് മാത്രമാണ് കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് വർക്ക് ചെയ്തതെന്ന്. ബാക്കിയുള്ള സ്റ്റോക്സുകളൊക്കെ ഇന്ന് ആ ഒരു ലെവലിന് താഴെയാണ് ട്രേഡ് ആവുന്നത്. അപ്പോൾ മെട്രോപോളിക്സ് എക്സാക്ട് നമ്മുടെ ആ മാർക്ക് ചെയ്ത ലെവൽസ് റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇന്ന് മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടീഷൻ മാച്ച് ചെയ്ത് സ്റ്റോക്സിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയം ഡെലിവറി പെർസെൻറ്റേജ് 2x മുകളിൽ ഒരു സ്റ്റോക്സും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് OI ട്രെൻഡിൽ ന്യൂ ലോങ് അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വരണം. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ 10% കൂടുതൽ വരണം. പിന്നെ വോളിയം ആൻഡ് ഡെലിവറി പെർസെൻറ്റേജ് 2x കൂടുതൽ വരണം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോക്സ് അത് കോറമെന്റൽ വരെയാണ് 10% മുകളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അതൊന്നും 2x മുകളിൽ വോളിയമോ ഡെലിവറി പെർസെൻറ്റേജോ ഇല്ല. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് നമുക്ക് OI ബേസ് ചെയ്തിട്ട് സ്റ്റോക്സിലൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു OI ബേസ്ഡ് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെവൽസ് നാളത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും വാലിഡ് ആണ്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.